ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരെ വോട്ട് ചെയ്യുക, ബി ജെ പി വിരുദ്ധ മുന്നണിയെ അധികാരത്തിലെത്തിക്കുക. ഇതാണ് രാജ്യത്തെ ബി ജെ പിയും ഇന്ത്യയും അല്ലാത്ത എല്ലാ കക്ഷികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനവർക്ക് പരമാവധി വോട്ടുകൾ സമാഹരിക്കണം. നമുക്കറിയാം, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു വലിയ സഖ്യം, ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളെ ചേർത്ത് വലിയൊരു സഖ്യം ഉണ്ടാക്കി. ആ സഖ്യം പല സംസ്ഥാനങ്ങളിലും പരാജയമാണ്. മമതാ ബാനർജി ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നു. കേരളത്തിൽ ബി ജെ പി ജയിക്കാത്തത് കൊണ്ട് മാത്രം വിമർശനം ഏൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബി ജെ പി ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അവർ ഒരുമിച്ച് നിൽക്കണമായിരുന്നു. തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണി ഉണ്ട്, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരും മത്സരിക്കുന്നുമുണ്ട്. അതുപോലെ മറ്റു പ്രദേശങ്ങളിൽ തമിഴ്നാട്ടിൽ ഡി എം കെ മുന്നണിയാണ് പ്രബലം. ബി ജെ പിക്ക് അങ്ങനെ വലിയ രീതിയിൽ വിജയിക്കാൻ സാധ്യതയില്ല. വിജയ സാധ്യതയുള്ളതൊക്കെ ശക്തമായ മത്സരം നടക്കുന്നുമുണ്ട്. അതുകൊണ്ട് ബി ജെ പി വിജയ സാധ്യത വളരെ കുറവാണ് തമിഴ്നാട്ടിൽ നിന്ന്. കേരളത്തിലുമില്ല. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിൽ ഇന്ത്യ മുന്നണി ഉണ്ട്, ചില സ്ഥലങ്ങളിൽ ഇന്ത്യ മുന്നണി ഇല്ല. അപ്പോൾ മാക്സിമം പരമാവധി വോട്ടുകൾ സ്വീകരിക്കുക, പരമാവധി സീറ്റുകൾ സമാഹരിക്കുക, മുഖ്യ പ്രതിപക്ഷമായിട്ടെങ്കിലും വരിക. പ്രതിപക്ഷമില്ലാതെ ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാതെ ശക്തമായിട്ടൊരു പ്രതിപക്ഷമായി വരാനെങ്കിലും ഇപ്പോൾ ഈ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന് സാധിക്കണം. അല്ലാതെ RSS പടച്ചുവിടുന്ന ഓരോ കാര്യങ്ങളിൽ തൂങ്ങി RSSന്റെ അജണ്ട പറഞ്ഞുകൊണ്ട് നടക്കരുതെന്നാണ് എനിക്ക് കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് പറയാനുള്ളത്. ഒന്ന് മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി, മറ്റൊന്ന് SDPIയുടെ വോട്ട്. SDPI എങ്ങനെയാണ് ന്യൂനപക്ഷ വർഗീയ സംഘടനയാവുന്നത്? SDPI എവിടെയാണ് വർഗീയ താല്പര്യമുള്ള ഒരു പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്? SDPI എപ്പോഴാണ് വർഗീയ കാർഡ് ഇറക്കി കളിച്ചിട്ടുള്ളത്? SDPI ചില വിഷയങ്ങള് നിലപാട് പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടുത്തെ ഇടതും വലതും ഒക്കെ പറഞ്ഞിട്ടുള്ള നിലപാട് തന്നെയാണ്. അതുപോലെ തന്നെ SDPI ബി ജെ പിക്കും RSSനും എതിരെ ശക്തമായിട്ടുള്ള നിലപാട് എടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കുമ്പോഴാണോ, അല്ലെങ്കിൽ SDPIയിൽ മുസ്ലിം അംഗങ്ങൾ, മുസ്ലിം പേരുള്ളവർ, അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള പ്രവർത്തകർ അധികമായതുകൊണ്ടാണോ അവർ ന്യൂനപക്ഷ വർഗീയവാദികളാവുന്നത്? ഈ ഒരു വിഷയം PDPക്കും വെൽഫെയർ പാർട്ടിക്കും INLനും മുസ്ലിം ലീഗിനും ഒക്കെ ബാധകമാണ്. കാരണം RSS മുസ്ലിം ആളുകളുള്ള, അല്ലെങ്കിൽ മുസ്ലിം പേരുള്ള, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിലെ പ്രബലരുള്ള പാർട്ടികളെ എല്ലാ വർഗീയ പാർട്ടികളായിട്ടും തീവ്രവാദ പാർട്ടികളായിട്ടും തന്നെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണെങ്കിലും, ഇന്ത്യൻ നാഷണൽ ലീഗ് ആണെങ്കിലും, വെൽഫെയർ പാർട്ടി ആണെങ്കിലും, PDP ആണെങ്കിലും, SDPI ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. മജ്ലിസി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. മുസ്ലിം ആളുകള് നേതൃത്വം കൊടുക്കുന്ന പാർട്ടികളെ എല്ലാവരും ഒരു ഭീകരവാദ പ്രസ്ഥാനമായിട്ടാണ് BJPയും RSSും ഈ രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നരേഷനാണ് ഇവിടുത്തെ CPM ആണെങ്കിലും ഇവിടുത്തെ കോൺഗ്രസ് ആണെങ്കിലും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കോൺഗ്രസിന് സമീപനം ഇല്ലായിരുന്നെങ്കിൽ ധൈര്യമായിട്ട് പച്ചക്കൊടി ഉയർത്തി കാട്ടണമായിരുന്നു. എന്നിട്ട് അമിത്ഷായുടെ ഈ വർഗീയ പ്രചാരണത്തിനെതിരെ ശക്തമായി തിരിച്ചടിക്കാമായിരുന്നു. അങ്ങനെ ഒരു സംവിധാനം നിങ്ങൾക്കില്ല, നിങ്ങളവിടെ പരാജയപ്പെട്ടു. അതുപോലെ തന്നെ അമിത്ഷാ ഒന്ന് വരുത്തിയപ്പോഴത്തേന് SDPI ആയിട്ട് ഞങ്ങളുടെ പിന്തുണ വേണ്ടാന്ന് പറയാൻ പോയത് പോലും നിങ്ങൾ എത്രത്തോളം അധംപതിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. കോൺഗ്രസ് RSSന്റെ അജണ്ട സ്വീകരിച്ച് അതിനൊപ്പം സംസാരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പാർട്ടി അധികാരത്തിലെത്താൻ സാധ്യതയില്ല. BJP കഴിഞ്ഞാൽ കോൺഗ്രസ് എത്തും. അല്ലിപ്പോൾ BJP പരാജയപ്പെടണമെങ്കിൽ കോൺഗ്രസ് അധികാരത്തിലെത്തണം. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് SDPI കൃത്യമായിട്ട് നിലപാട് പ്രഖ്യാപിച്ചത്. ആ നിലപാട് പോലും RSSകാരൊന്ന് വരട്ടിയപ്പോഴത്തേനും മാറ്റി പറയേണ്ട അവസ്ഥയെത്തി. CPMഉം RSSന്റെ ഇത്തരം നിലപാടുകൾക്ക് കൊടപിടിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. CPMന്റെ കൂടെ നിൽക്കുന്ന, CPMന് വോട്ട് ചെയ്താൽ, CPMനെ പിന്തുണച്ചാൽ അവരെ പോലെ മതേതരവാദികൾ വേറെയില്ല. CPMനെ എതിർത്താൽ ആ നിമിഷം അവർ ഭീകരവാദികളാവും, അവർ വർഗീയവാദികളാവും. അതാണ് കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. വളരെ പരിതാപകരമാണ്. RSS എന്താണോ പറിച്ചു വിടുന്നത് അത് അതുപോലെ സ്വീകരിക്കുകയാണ് CPMഉം കോൺഗ്രസും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു അവസ്ഥയിലാണ് രാജ്യത്തെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുന്നത്. ശരിക്കും SDPI അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയൊക്കെ UDFന് പിന്തുണ സ്വീകരിക്കുമ്പോൾ അവർ വളരെ കൃത്യമായിട്ട് പറയണം. അവർ മുമ്പ് പറഞ്ഞ അതേ നിലപാടിൽ ഉറച്ചു നിൽക്കണം. കാരണം അവര് തന്നത് ഒരു മതേതര പാർട്ടി എന്ന രീതിയിൽ ഞങ്ങൾക്ക് പിന്തുണ തന്നു.
അവർ ഈ രാജ്യത്ത് ഭീകരപ്രവർത്തനം എന്താണ് നടത്തിയത്? അങ്ങനെ ഭീകരപ്രവർത്തനം നടത്തുമ്പോൾ 10 വർഷമായിട്ട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്തുകൊണ്ട് SDPയെ നിരോധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള നിയമ നടപടി എടുക്കുന്നില്ല? SDP ഇവിടെ വർഗീയ കാലത്ത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് നിയമ നടപടി എടുക്കുന്നില്ല? ഇതൊക്കെ ചോദിക്കാനുള്ള ആർജവം ഇല്ല. അവർക്ക് ഇങ്ങനെ കണ്ണി പൊടിയിട്ടാനേ സാധിക്കുന്നുള്ളൂ എന്നതാണ് സത്യം. ഈ റിപ്പോർട്ടർ ചാനലിൽ അരുൺ കുമാർ പറയുന്ന കേട്ടു, അവർ സോഷ്യൽ ഡെമോക്രസി അല്ല പറയുന്നത്. ഈ ഒരു പ്രൊപ്പഗൻഡ അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ മുഖ്യധാര മാധ്യമങ്ങളും ഭയങ്കര വലിയ പങ്ക് വഹിക്കുകയാണ്. അവര് ഒരു നരേഷൻ അങ്ങ് ഉണ്ടാക്കും. SDP വർഗീയ പാർട്ടിയാണ്, അങ്ങ് ഉണ്ടാക്കാം, ചാനലുകൾ അങ്ങ് ഉണ്ടാക്കാം. എന്തർത്ഥത്തിലാ? അരുൺകുമാർ ഉദാഹരണം പറയുന്നത് കൈവെട്ട് കേസ്, കൈവെട്ടിയ SDP പ്രവർത്തകരായിരുന്നോ? അത് കൈവെട്ട് കേസുള്ളവരെ സംരക്ഷിച്ചു. അങ്ങനെയാണെങ്കിൽ TP ചന്ദ്രശേഖരനെ വധിച്ച് അവരെ സംരക്ഷിച്ച CPM-ന് എന്തുകൊണ്ട് വർഗീയവാദി തീവ്രവാദി പട്ടം കൊടുക്കുന്നില്ല? അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസിന്റെ ആളുകൾ പോലും സംഘർഷത്തിലൂടെ കോൺഗ്രസിന്റെ എതിരാളികളെ കൊന്നിട്ടുണ്ട്. അവരെയൊക്കെ കോൺഗ്രസ് പാർട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ട് തീവ്രവാദി വർഗീയവാദി ആവുന്നില്ല? ഇതൊന്നും അരുൺകുമാറിന് ഒരു ബാധകമല്ല. അവിടെ SDP എന്ന് പറയുമ്പോൾ അതിൽ കുറെ മുസ്ലിങ്ങളാവുമ്പോൾ, മുസ്ലിം ഭൂരിപക്ഷ പ്രസ്ഥാനമാവുമ്പോൾ അവർക്ക് ഒരു വർഗീയവാദി, ഭീകരവാദി, തീവ്രവാദിയൊക്കെ ആവുകയാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങളും RSSും ആക്കുകയാണ് നമ്മുടെ രാജ്യത്തെന്ന് മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് ഇന്നലെ അശോക് മൗര്യ പറഞ്ഞ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു നിലപാടില്ലാത്ത സംഘടനയാണ്. അതുകൊണ്ട് തന്നെയാണ് അവര് സംസ്ഥാന പ്രവർത്തക സമിതി, സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി കൂടി ഈ കൊടുത്ത പിന്തുണയില്, നിരുപാധികമായിട്ട് കൊടുത്ത പിന്തുണയിൽ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാവുന്നത്. ആ പുനർവിചിന്തനം എന്താണെന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും. എന്തായാലും SDP ആ നിലപാട് കൊടുത്തത് പുനഃപരിശോധിക്കാൻ. SDPക്ക് ഇപ്പോൾ BJPയെ താഴെ ഇറക്കുക, അല്ലെങ്കിൽ BJP വിരുദ്ധ മുന്നണി അധികാരത്തിൽ എത്തുക എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ കോൺഗ്രസോ CPM-ഓ വരുന്നതിൽ SDPക്ക് പ്രശ്നമില്ല. കോൺഗ്രസിനാണ് കൂടുതൽ സാധ്യത. അതുകൊണ്ട് കോൺഗ്രസ് എല്ലാ സീറ്റും വിജയിച്ച് മുഖ്യ പ്രതിപക്ഷമായിട്ടെങ്കിലും വന്നിട്ട് ഒരു മതേതര മണ്ണ് രാജ്യത്ത് ഉണ്ടാവണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് SDP കോൺഗ്രസിന് പിന്തുണ കൊടുത്തത്. അന്നേരത്തേന് കോൺഗ്രസ്സുകാരെ അമിത്ഷാ ഒന്ന് വരട്ടിയപ്പോഴത്തേന് വരണ്ട് പത്രസമ്മേളനം വിളിച്ചിട്ട് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് SDP പോലെ വലതുപക്ഷ അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയൊക്കെ അങ്ങ് നിൽക്കുന്നത്. എവിടെയാണ് ന്യൂനപക്ഷങ്ങൾക്ക് വർഗീയത? ന്യൂനപക്ഷങ്ങൾ എന്നും കോൺഗ്രസിനൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പൊ കോൺഗ്രസ് ഇത്രയും നാള് മേടിച്ചുകൊണ്ടിരുന്നത് വർഗീയവാദികളുടെ വോട്ടിട്ടാണോ? കോൺഗ്രസ് ഒന്ന് ചിന്തിക്കണം. ഇവിടുത്തെ CPM-ന്റെ കയ്യിലും SDPI പിന്തുണയുണ്ട്, കോൺഗ്രസിനും SDPI പിന്തുണയുണ്ട്. ആ പിന്തുണ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ഈ കാട്ടുന്ന പ്രവർത്തനമാണ് ജനങ്ങൾക്ക് മനസ്സിലാവുന്നു. അപ്പൊ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. കോൺഗ്രസിന് നല്ല ചിന്ത ഉണ്ടാവട്ടെ, നല്ല വിവേകപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കോൺഗ്രസിന് സാധിക്കട്ടെ. എന്തായാലും SDPയുടെ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റിക്ക് ശേഷം അവരുടെ പ്രഖ്യാപനം കൂടി വരട്ടെ. അവരെന്താണ് പറയുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയി കാണാം.